റീസെന്റ് ഞാൻ കണ്ടേ നമ്മുടെ ജയറാമേട്ടന്റെ ഒരു സിനിമയാണ് ഇത്. ഇതല്ല, ഇത്. പണ്ട് ഞാൻ ചെറുതില് കൈരളി വിയിൽ നട്ടുച്ചയ്ക്ക് കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടതും അതേപോലെ തന്നെ പേടിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് അപരൻ. ഇതിനായിരുന്നു എന്നെ ഇത്രയായിട്ട് കഷ്ടപ്പെടുത്തിയെന്നറിഞ്ഞില്ല. താങ്ക് യു. സോ കഥയെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. പഠനം കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ് ജയറാമിന്റെ വിശ്വം എന്ന കഥാപാത്രം. അങ്ങനെ ഒരു ദിവസം ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിശ്വം പട്ടണത്തിലോട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴോ അപ്രതീക്ഷിതമായി വിശ്വത്തിനെ കുറച്ച് ആൾക്കാർ കൈകാര്യം ചെയ്യുന്നു. പ്ലീസ് ലിസൺ ടു മീ മൂവ്മെന്റ്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാൻ അങ്ങനെ ബ്ലേഡ് കമ്പനി നടത്തിയിട്ടില്ല. നടത്താൻ ആലോചിച്ചു. വിശ്വത്തിന് സത്യത്തിൽ എന്താണ് നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ലാസ്റ്റ് വല്ല വിധേനെ വിശ്വം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നിങ്ങൾക്ക് ആള് മാറിയിരിക്കുകയാണ്. ഐ എം വിശ്വനാഥൻ, കെ വിശ്വനാഥ പിള്ളൈ. സത്യത്തിൽ ഇത് ജയറാമിന്റെ ആദ്യത്തെ സിനിമയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല. കാരണം അത്ര മികച്ച അഭിനയമാണ് ഇതിൽ. മലയാള സിനിമയുടെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡെബ്യൂട്ട് പെർഫോമൻസും ഒരു പക്ഷേ ബെസ്റ്റ് ഡെബ്യൂട്ട് ഫിലിമുമായിരിക്കും അപരൻ. ലിറ്ററലി പത്മരാജൻ സാറ് കണ്ടുപിടിച്ചൊരു മാണിക്യം തന്നെയാണ് ജയറാം. ഒരു കാര്യം, ഈ വീഡിയോയിൽ ഇനി അങ്ങോട്ട് കുറച്ച് സ്പോയിലേഴ്സ് കേൾക്കേണ്ടി വരും. സോ അത് കണക്കിലാക്കി കാണുക. സത്യത്തിൽ ഈ സിനിമയിൽ വിശ്വത്തിന്റെ അപരനെ ശരിക്കും കാണിക്കുന്നില്ല. അവസാനം ഒരു മിന്നായം പോലെ ഈ ഒരു അപരൻ വന്നു പോകുന്നേ ഉള്ളൂ. വില്ലൻ ക്യാരക്ടറിനെ ഒന്ന് നല്ല രീതിയിൽ സ്ക്രീനിൽ കാണിക്കാതെ നമുക്ക് കിട്ടുന്ന ത്രില്ലിനും ഒരു കുറവുമില്ല. നിന്നെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ ഈ ടൗണിലുണ്ട്. വൺ ഹൂ ലുക്സ് എക്സാക്ട്ലി ലൈക്ക് യു. അതിനൊക്കെ ഡയറക്ടറിന് സമ്മതിച്ചേ മതിയാവൂ. കഴിഞ്ഞില്ല. ഇത് മാത്രമല്ല, ഡയറക്ടേഴ്സ് കുറച്ച് ഫോർ ഷാഡോവിങ് സീൻസും ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിലൊരു സീനിൽ മുകേഷിന്റെ പോലീസ് കഥാപാത്രം വിശ്വത്തിന്റെ അടുത്ത് അപരന്റെ ലുക്കിനെ പറ്റി പറയുന്നുണ്ട്. അവനെ മിക്കവരും ഇതുമാതിരി കടും നിറത്തിലുള്ള വേഷങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. ഐദർ ബ്ലാക്ക് ഓർ റെഡ് ഓർ ബ്രൗൺ. ഇവിടെ അപരൻ സാധാരണയായി ധരിക്കാറുള്ള ഡ്രസ്സിന്റെ കളർ ബ്ലാക്ക്, റെഡ്, ബ്രൗൺ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ പറയുന്ന ഓരോ നിറങ്ങളും സിനിമയിൽ ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ റെഡ് എന്ന് പറയുന്ന ഒരു നിറം സാധാരണയായി ഡേഞ്ചർ, പവർഫുൾ, അങ്ങനെയുള്ള സീൻസും അങ്ങനെയുള്ള വ്യക്തികളെയും അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് സിനിമയിൽ വിശേഷിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ ബ്ലാക്ക് എന്ന് പറയുന്ന നിറം ഈവിള്, ഇമ്മോറൽ, മിസ്റ്റീരിയസ് അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ് സൂചിപ്പിക്കുന്നത്. ഇതേ സമയം ഈ സിനിമയിൽ വിശ്വം ധരിച്ചിരിക്കുന്ന ഡ്രസ്സുകളുടെ കളർ മിക്കതും ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ബ്ലൂ, വൈറ്റ് ഒക്കെയാണ്. സോ ഈ കളേഴ്സ് സൂചിപ്പിക്കുന്നത് പ്യുവർ, ഇന്നസെന്റ്, ഓണസ്റ്റ്, ലൈക്കബിൾ അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റ്സിനെയാണ്. പടത്തിന്റെ ഈ ഒരു പോയിന്റിൽ വിശ്വം തന്നെ ഇത്രയും കഷ്ടപ്പെടുത്തുന്ന അപരനായി ജീവിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം വിശ്വം ധരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡോട് കൂടിയ ഡ്രസ്സുകളാണ്, തന്റെ അപരൻ ധരിക്കുന്ന പോലെ. പിന്നെ അടുത്തൊരു സീനിൽ അപരന് വേണ്ടി വന്ന കാറിൻ അപരൻ എന്ന് നടിച്ച് കയറുകയാണ്. അതിൽ ശ്രദ്ധിക്കുക, ആ കാർ നമ്പർ എന്ന് പറയുന്നത് 666 ആണ്. സോ ബേസിക്കലി ഈ 666 എന്നാൽ ഈവിൾ, സാത്താന്റെ നമ്പർ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. സോ വിശ്വം അപരനായി ജീവിക്കുന്നതിലൂടെ ഈവിൾ അല്ലെങ്കിൽ ഡാർക്ക് സൈഡിലോട്ട് പോകുന്നു എന്നൊക്കെ ആവാം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നെ എല്ലാവർക്കുമുള്ള വേറൊരു ഡൗട്ടാണ്, ഈ സിനിമയുടെ ലാസ്റ്റ് ആരാണ് മരിച്ചത്, വില്ലനാണോ നായകനാണോ എന്ന്. അതിലൊരു ഡൗട്ടും വേണ്ട, ശരിക്കും മരിച്ചത് വില്ലൻ തന്നെയാണ്. അതൊക്കെ പള്ളി പറഞ്ഞാ മതി. കേട്ടല്ലോ, അതെ, അങ്ങ് പരിമല പള്ളി ചെന്ന് പറഞ്ഞാ മതി. പക്ഷെ ലാസ്റ്റ് ജയറാമിന്റെ ആ ഒരു ആക്ടിങ് മികവ് കൊണ്ട് മാത്രമാണ് അന്നും ഇന്നും ആൾക്കാരെ കൺഫ്യൂസ് ആകുന്നത്. ആൻഡ് യെസ്, സോ അത്രേ ഉള്ളൂ അപരൻ മൂവി. ശരിക്കും മിസ്സാകല്ലേ. പണ്ടത്തെ സിനിമയാണെന്ന് കരുതി വളരെ മികച്ചൊരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ, കണ്ടവരുണ്ടെങ്കിൽ വീണ്ടും പോയി കാണാൻ ശ്രമിക്കുക, റീവാച്ച്. സോ എന്റെ ഈ ഒരു റീവാച്ച് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് ഇതേപോലുള്ള ഏത് സിനിമകൾ റീവാച്ച് ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ വീണ്ടും റീവാച്ച് ചെയ്തിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറയുന്നതാണ്. സോ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഗൈസ് പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാരണം എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് വളരെയധികമാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. ബൈ.